ഉണ്ടാവും. വേണ്ട കണ്ണ. ഭണ്ഡാരം ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണ നാക്കൂടെ വന്നത്. ബപ്പ എന്നോരം തിന്നോട്ടെ. നിനക്ക് ബപ്പയെ മധുരം തിട്ടിച്ച് കൊന്നിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല, ഭണ്ഡാരം കൊണ്ടുപോകൂ. എന്താണ് മായേ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും, നമ്മൾക്ക് കുറച്ച് സ്വർണവും ചെലവാവും. മായ പറൂ. അപ്പോ എല്ലാവരോടുമായി ആശീർവദിക്കട്ടെ. ഉണ്ണി ഇവിടെ വന്നേക്കാ, വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പുറത്തു നിൽക്കാനല്ല ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. ഉണ്ണി പാൻറ്റൊക്കെ ഇട്ട് കലക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഉണ്ണിക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കിതിട്ടിട്ട് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി പാടത്ത് വെച്ചിരിക്കുന്ന നോക്കൂത്തി പോലുണ്ട്. ഇപ്പോഴാ ഉണ്ണി ഉണ്ണിയായത്. എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഇഷ്ടമായി? വളരെ വളരെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനമായത്. ഹായ് ഉണ്ണികൃഷ്ണൻ, ഇതെപ്പോ വന്നു? ആളും മിടുക്കനായല്ലോ. ആ, ഒരു സ്റ്റില്ലെടുക്കട്ടെ, ഒന്ന് തന്നെ. ആ, ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ എന്റെ പടം കാണുന്നത്. ഇനി ഇതുപോലെ വേറെ പടങ്ങൾ എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. എന്തിനാ? എനിക്കെന്റെ ഉണ്ണിക്ക് ഉണ്ണിയെ കാണാൻ കണ്ണാടി നോക്കിയാ പോരെ? ഈ ഫോൺ എന്തിനാ? ഇത് എന്റെ ഇരിക്കട്ടെ. എന്തിനാ എന്റെ വെക്കുന്നത്? അതോ ഇന്നെന്താ വിശേഷം? ഒരു ദിന പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. കുറെ ദിവസത്തേക്കുള്ള ഒന്നേ ഉള്ളൂ. ഉണ്ണി ഇപ്പൊ വെജിറ്റേറിയൻ ആണോ? പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ? മത്സ്യമാംസാദികൾ തൊടില്ലേ? അങ്ങനില്ല, ഒരു മാസത്തേക്ക് പച്ചക്കറി കഴിക്കും. അതെന്താ? നോയമ്പാ. അതെന്തിനാ? അത് അത് ഒരു കാര്യസാധ്യത്തിനാ. ഇവരൊന്നല്ലേ നടുറോടി കാറും കൊണ്ടിട്ടാണോ സൊല്ലുന്നത്? ഓ, കൊച്ചമ്മയ്ക്ക് പറഞ്ഞത് പിടിച്ചില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദ പഠിക്കാൻ പറ്റി. ആ കുഞ്ഞിനെ വിളിച്ചൂടായോ? നീ ആരാടാ? ഇവിടെ ആനക്കാരനോ? നിങ്ങൾ എവിടുത്തുകാരാ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്നോട് സംസാരിക്കണ്ടേ ഇങ്ങനെ? നീ ആടുത്താണ് ആനക്കാരെ കളിക്കുന്ന. മതിടാ, മതി. ഇനി അടിച്ചാലേ കത്തു. വാ, നമുക്ക് വാ. എന്തിനാ അവരോട് വഴക്കിന് പോയത്? ഞാൻ പോയതല്ല, അവന്മാരെ എടി വെച്ചതില്ലേ. ഒരടിയെങ്കിലും തിരിച്ചു വന്ന് തന്റെ അല്ലെങ്കിൽ എന്തിനാ അവന്മാരോട് സംസാരിക്കാൻ പോയത്? മിണ്ടാ വരുന്നൂടെ? പട്ടിയെ തല്ലുന്ന പോലെയല്ലേ അവർ തല്ലിയത്? ഒന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരാണാന്നും പറഞ്ഞ് നടക്കുന്നു. കഷ്ടം. ഇനി പോ, ആ കുപ്പിങ് തന്നെ ഒന്നിറങ്ങി വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ, കിട്ടിയത് പോരെ? ഇനിയും വേണോ?
ഉണ്ണിയോട് എനിക്ക് എന്ത് ഇഷ്ടായെന്നോ. ഉണ്ണി 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 അയ്യോ, പൊള്ളുന്ന പനിയുണ്ടല്ലോ. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, കുരുമുളകിട്ട് ഒരു ചൂട് കാപ്പി കുടിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. വേണ്ട, ഉണ്ണി കിടന്നോളൂ. ഞാൻ ഇപ്പൊ കാപ്പി ഉണ്ടായിക്കൊണ്ടുവരാം. ആർക്കാ ചേച്ചി ചുക്ക് കാപ്പി? ആർക്കെങ്കിലും ആവട്ടെ, നീ നിന്റെ പണി നോക്ക്. നീ ഒന്ന് മാറിയിന്നേ. അയ്യോടാ, ഇതെന്ത് പറ്റി? ഇപ്പൊ അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ കാരണ ഉണ്ണിക്ക് അസുഖം ഉണ്ടായത്. ആ വഴക്ക ഇതിനൊക്കെ കാരണം. എന്ന് വെച്ചാ എങ്ങനെയാ സഹിച്ചു വയ്ക്കുന്നത്? അവരെന്തൊക്കെയാ കുഞ്ഞിനെ പറഞ്ഞത്? ഉണ്ണി സിനിമ സ്റ്റൈലല്ലേ പയറ്റി കളഞ്ഞത്? എന്നെ തല്ലിയത് പോട്ടേന്ന് വെച്ചതാ. അപ്പോഴാ കുഞ്ഞെന്നെ കുറ്റപ്പെടുത്തിയത്. എനിക്കറിയില്ല, എങ്ങനെയോ ഒരാവശ്യം തോന്നി. പൂരപ്പറമ്പിലെ വെളിച്ചപ്പാടിനെ പോലെ. അത് നന്നായെന്നാ ഇപ്പൊ തോന്നുന്നത്. ആവേശം കൂടിയതുകൊണ്ടാ ഇപ്പൊ പനി പിടിച്ചു കിടക്കുന്നത്. വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ണിക്ക് പനിയാണെന്ന്. അച്ഛൻ ഉണ്ണിയെ കാണാൻ ചിലപ്പോ വരും. അയ്യോ, അത് വേണ്ടായിരുന്നു. സാരമില്ല. പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവം അച്ഛനോട് പറയരുത്. അത് പിന്നെ കേസും പുലിവാലും ഒക്കെ ആവും. ഉണ്ണി കിടന്നോളൂ. വൈകുന്നേരം ആവുമ്പോ എല്ലാം മാറും.